അതുപോലെ അടുത്ത യാത്ര കള്ള് ഷാപ്പിലേക്കാണ്. അപ്പോൾ കള്ള് കുടിക്കാനാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല കേട്ടോ. അങ്ങനെ കള്ള് കൂടി പ്രോത്സാഹിപ്പിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരത്തെ നമ്മുടെ കമന്റ് ബോക്സിൽ കണ്ടു. അങ്ങനെ ട്രേഡിംഗ് റിപ്പോർട്ടറോ 24 അങ്ങനെ കള്ള് കൂടി പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ഷാപ്പുകളിൽ നല്ല രുചികരമായ ഭക്ഷണം കിട്ടും. പലതരം വിഭവങ്ങളുണ്ട്. അപ്പം അത് ആസ്വദിക്കാനത് വേറൊരു സുഖമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഷാപ്പിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. കോട്ടയം നീണ്ടൂരിലെ ഷെഫ് നളൻ ആൻഡ് മൂക്കൻ ഷാപ്പിലേക്കാണ് ആ യാത്ര. നല്ല നാടൻ ഷാപ്പ് ഭക്ഷണം തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. കുടുംബസമേതം രുചികരമായ ആഹാരം ആസ്വദിക്കാൻ പറ്റിയ ഇടം കൂടിയാണ് ഈ ഷാപ്പ് എന്ന് പറയാതെ വയ്യ. ടോബി ജോൺസനാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പോവാം. ചെത്തിയിറക്കിയ നല്ല ഒന്നാം തരം കള്ള്, മുളകിട്ട മീൻകറി അടക്കം നല്ല നാടൻ കറികൾ, ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ കോട്ടയം നീണ്ടൂരുള്ള മൂക്കൻ ഷാപ്പിലേക്ക് എത്തിയാൽ മതി. അവിടുത്തെ ഒരു പ്രത്യേകത, കുടുംബസമേതമെത്തി സമാധാനത്തോടെ ഈ രുചികളെല്ലാം ആസ്വദിക്കാമെന്നത് തന്നെയാണ്. എന്തായാലും നമുക്കും അവിടേക്കൊന്ന് പോകാം. ഏറ്റുമാനൂരിൽ നിന്നും ഒരു 4 കിലോമീറ്റർ നീണ്ടൂർ റോഡിൽ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഷാപ്പിലെത്താൻ സാധിക്കും. വന്ന് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഓലയൊക്കെ മടഞ്ഞ ഒരു നാടൻ കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പിന് പിന്നിലാണ് നമ്മൾ പറഞ്ഞ ആ വിശാലമായ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഈ കാണുന്ന ആംബിയൻസ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫാമിലിയായിട്ട് എത്തുന്നവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതുപോലെ ഓലമേഞ്ഞ കുടിലുകളുണ്ട്. ഇനി ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് വേണ്ടി അല്പം കൂടി വലിയ കുടിലുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നുമില്ലാതെ നല്ല ശാന്തമായിരുന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഭക്ഷണപ്രിയരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ബൊഫേ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടി വിവിധ തരം മീൻ വിഭവങ്ങളും ഇനി ചിക്കൻ വിഭവങ്ങളും വേണ്ടവർക്കാണെങ്കിൽ അതും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടുത്തെ ബൊഫയിൽ നിന്നാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. കുറേ സാധനങ്ങളുണ്ട്. എന്തായാലും അപ്പമാണ്, കള്ളപ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് കൂടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഞണ്ട് കറിയുണ്ട്. പിന്നെ മീനുണ്ട്, മീൻ മുളകിട്ടതുണ്ട്. പിന്നെ ഒരു മീൻ തോരനുമുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെത്തുന്നത് മീൻ വിഭവങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൽ നല്ല മുളകിട്ട മീൻകറിയുണ്ട്. ഒപ്പം തന്നെ മീൻ തോരനുണ്ട്. നമ്മൾ ഈ സാധാരണ മത്തിയൊക്കെ ചെറിയ മീനുകളാണല്ലോ ഈ മീൻ പീര എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി വലിയ മീനുകളാണ് വെച്ചിട്ടുള്ള ഒരു തോരനുണ്ട്. അത് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ കണ്ടുവരുന്ന മത്സ്യങ്ങളൊക്കെ അത് അധികം ഫ്രീസ് ചെയ്യാതെ അതിനെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് ഒരു ടാങ്കിലിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്താണ് ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം വിഭവങ്ങളാക്കി നൽകുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു രുചി നമുക്ക് അറിയാൻ പറ്റും. ഷെഫ് എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ എന്നോട് ഒരു കള്ള് ഷാപ്പിനകത്ത് നമുക്കൊന്ന് ഒരുമിച്ച് നടത്താം. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ആലോചിക്കാം. നല്ലൊരാളെ കിട്ടുമ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഒരു 1.5 മാസം അടച്ചിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അത്യാവശ്യം പണിത് പുതിയ ഷേപ്പിലേക്കും പുതിയ എല്ലാം മാറി ഫാമിലിക്ക് പറ്റുന്ന അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആക്കി. ഏതൊരു മലയാളി എടുത്തും നല്ല പോത്തിറച്ചിക്കകത്ത് നല്ല കപ്പയിട്ട് ഞവടി നല്ല മുളക് ചമ്മന്തിയും കുറച്ച് പച്ച രസവും ഒക്കെ ഒഴിച്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കായാലും വായിക്കൂടെ വെള്ളം വരും. നമ്മുടെ ജനറ്റിക് ഫുഡാണ്, അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം.
ഞങ്ങൾ ഞണ്ട്, താറാവ്, മീന്തല, പിന്നെ ഒരു പോർക്ക്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡും ടേസ്റ്റും വെറൈറ്റിയാണ്. രണ്ടും പേർക്കും കൊള്ളാം, നല്ല ഭക്ഷണം ആദ്യമായിട്ടാണ്. ഈ കാണുന്ന ആംബിയൻസ് തന്നെയാണ് ഈ ഷാപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഓലമേഞ്ഞ കുടിലുകളാണ് ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഇരിക്കാനുള്ള സൗകര്യമായി ഒരുക്കിയിരിക്കുന്നത്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ചെറിയ ഹട്ടുകളും ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് വേണ്ടി വലിയ ഹട്ടുകളുമുണ്ട്. ഒപ്പം തന്നെ നല്ല ചൂടുണ്ടെങ്കിൽ ഇതുപോലെ മിസ്റ്റ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ കോട്ടയം ജില്ലയിൽ വന്ന് ഭക്ഷണം കഴിച്ചതിൽ ഏറ്റവും നല്ല ഭക്ഷണം. ഫാമിലിയായിട്ട് വരാൻ പറ്റുന്നതാണ്. സെപ്പറേറ്റ് ഹഡ് കൊള്ളാം, നന്നായിട്ടുണ്ട്. ആംബിയൻസൊക്കെ കൊള്ളാം, എല്ലാം കൊണ്ടും കൊള്ളാം. ഫുഡും ഒക്കെ കൊള്ളാം, എല്ലാം നല്ലത്. സർവീസ് ആണെല്ലാം കൊള്ളാം, എല്ലാം നല്ലതാണ്. ഷെഫ് നളനാട് മൂക്കൻസ് എന്ന് പറയുന്ന ഈ ഷാപ്പിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതിലെ പോകുന്നവരെല്ലാം തന്നെ ഇവിടെ എത്തി ഇവിടുത്തെ രുചികളും അതുപോലെ തന്നെ ഈ ആംബിയൻസും എല്ലാം ആസ്വദിക്കണം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ ഷാപ്പ് പൊളിയാണെന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ ആ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടപ്പോഴോ അതിനേക്കാൾ കൂടുതൽ രുചി നമ്മുടെ എന്താണ് പറയുക, കൊതി കൂടിയതെപ്പം എന്നറിയോ, ആ ഷെഫ് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ലേ, ഓരോ വിഭവത്തെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ്. ഷെഫ് പൊളിയാണെന്ന് ഷെഫീർ മണ്ണാർക്കാട് പറയുന്നു. അഞ്ജന എസ് പറഞ്ഞു, പ്രതിൻ ചേട്ടാ സത്യം പറഞ്ഞ ടോബി ചേട്ടനോട് കുശുമ്പ് തോന്നുന്നു, ഇതൊക്കെ നമ്മളെ നോക്കി ഇരുത്തി തിന്നല്ലോ എന്ന് പറയുന്നു ടോബി. ബി കെയർഫുൾ.